തിരുവനന്തപുരത്ത് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 10ാം ദിവസവും ഫലം കണ്ടില്ല. മുതലപ്പുഴയിൽ 4-അംഗ സ്കൂബ ടീമിന്റെ പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവരുടെ തിരച്ചിലും സമാന്തരമായി വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും നടക്കുന്നുണ്ട്. ജൂലൈ 31-നാണ് മുതലപ്പുഴയിൽ ഷിജിനെയും വിഴിഞ്ഞത്ത് ജോണിനെയും കാണാതായത്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതമിനായുള്ള തിരച്ചിൽ 10ാം ദിനവും ഫലം കണ്ടില്ല. നാവികസേനയുടെ നേതൃത്വത്തിലാണ് പ്രധാന തിരച്ചിൽ. തിരച്ചിലിനായി നാവികസേനയുടെ INS കൽപ്പിനി നീണ്ടകരയിലെത്തിയിരുന്നു. കപ്പലിലെ മുങ്ങൽ വിദഗ്ധർ ബോട്ട് മറിഞ്ഞ ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. തിരച്ചിലിന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വേണമെന്ന് ഗൗതമിന്റെ അമ്മ രേഷ്മ ആവശ്യപ്പെട്ടിരുന്നു. നാവികസേനയ്ക്കൊപ്പം ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തിരച്ചിലും സമാന്തരമായി തുടരുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തുന്ന ഓരോ ബോട്ടിലും പ്രദേശത്തുള്ള 2 മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയിരുന്നു. താപനിലയത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ബോഡി പോലെ കണ്ടതായിട്ട് ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ബോട്ട് അയക്കും. ഒപ്പം ആലപ്പുഴയുടെ ഒരു ഏരിയ ആയതുകൊണ്ട്